ഹായ്, നമ്മൾ 2025 ചോദിച്ചിട്ടുള്ള 10th ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 72 ക്വസ്റ്റ്യൻ വരെ കംപ്ലീറ്റ് ചെയ്തതാണ്. അതായത് ക്വസ്റ്റ്യൻ ആൻസർ എന്ന രൂപത്തിലല്ലാണ്ട് അതിൻ്റെ കണക്റ്റിംഗ് ഫാക്റ്റും കൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഒട്ടും വൈകുന്നില്ല, നമുക്ക് 73ാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ഒരു സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗമായും വസ്തുവിൻ്റെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായും കാണുന്നു. ഈ പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി ആണ് ആൻസർ, പാർഷിക വിപര്യം. പാർഷിക വിപര്യം എന്നാണ് ഈ ഒരു പ്രതിഭാസം അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് മറ്റുള്ള ഓപ്ഷനും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. എന്താണ് സമഞ്ജനക്ഷമത? സമഞ്ജനക്ഷമത എന്താണ്? കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരം അനുസരിച്ചിട്ട് പ്രതിബിംബം റെറ്റിനയിൽ തന്നെ പതിപ്പിക്കാനുള്ള കണ്ണിൻ്റെ കഴിവിനെയാണ് സമഞ്ജനക്ഷമത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ വീക്ഷണ സ്ഥിരത എന്താണെന്നും കൂടെ ഓർമ്മിച്ചിരിക്കണം കേട്ടോ. എക്സാമിൽ ചോദിക്കാറുള്ളതാണ്, PYQ ആണ്. എന്താണ് വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത്? ഒരു ദൃശ്യാനുഭവം നമ്മുടെ റെറ്റിനയിൽ 1/16 സെക്കൻഡ് സമയത്തേക്ക് തങ്ങി നിൽക്കുന്ന പ്രതിഭാസത്തിനെ പറയുന്നതാണ് വീക്ഷണ സ്ഥിരത. അപ്പോൾ ഇനി ഓപ്ഷനിൽ പറഞ്ഞത് ദീർഘദൃഷ്ടിയാണ് അല്ലേ. ദീർഘദൃഷ്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൂരെയുള്ള വസ്തുക്കളെ കാണാനാകും, പക്ഷേങ്കിൽ അടുത്തുള്ള കാഴ്ച നമുക്കത്ര സാധ്യമാകില്ല. അതിനെയാണ് ദീർഘദൃഷ്ടി എന്ന് പറയുന്നത്. പിന്നെ ഓപ്ഷനിൽ പറഞ്ഞിട്ടുണ്ട് അപവർത്തനം അല്ലേ. ഓപ്ഷൻ ഡിയിൽ അപവർത്തനം പറയുന്നുണ്ട്. അപവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെൻസുകളിൽ പ്രയോജനപ്പെടുത്തുന്ന പ്രകാശ പ്രതിഭാസമാണ് അപവർത്തനം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 74ാമത്തെ ക്വസ്റ്റ്യൻ, പ്രവൃത്തിയുടെ SI യൂണിറ്റ് എന്താണ്? ഏതാണ് പ്രവൃത്തിയുടെ SI യൂണിറ്റ്? ജൂളാണ് കേട്ടോ. ജൂളാണ് പ്രവൃത്തിയുടെ SI യൂണിറ്റ്. അപ്പോൾ SI യൂണിറ്റ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. MKS യൂണിറ്റ് സമ്പ്രദായത്തിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് SI യൂണിറ്റ്. എന്താണ് MKS? MKS എന്ന് വെച്ചാൽ മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. അതിൻ്റെ ചുരുക്കെഴുത്താണ് MKS. അതുപോലെ SI യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ് കേട്ടോ. അതിൻ്റെ ചുരുക്ക രൂപമാണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഓപ്ഷൻ എയിൽ പറയുന്നുണ്ട് ന്യൂട്ടൺ. ന്യൂട്ടൺ ആണെങ്കിൽ ബലത്തിൻ്റെ SI യൂണിറ്റാണ് ന്യൂട്ടൺ. അതുപോലെ പാസ്കൽ അല്ലേ. ഓപ്ഷൻ സിയിൽ പാസ്കൽ പറയുന്നുണ്ട്. മർദ്ദത്തിൻ്റെ SI യൂണിറ്റാണ് പാസ്കൽ. അതുപോലെ തന്നെ ദൂരത്തിൻ്റെ SI യൂണിറ്റാണ് എന്ത്? മീറ്റർ. 75ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. വൈദ്യുത മോട്ടോറിലെ ഊർജ്ജമാറ്റം ഡാഷ് ആണ്. വൈദ്യുത മോട്ടോറിലെ ഊർജ്ജമാറ്റം ഡാഷ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു കേട്ടോ. വൈദ്യുതോർജ്ജം എന്തിലേക്ക് മാറും? യാന്ത്രികോർജ്ജം. ഓപ്ഷൻ ബി ആണ് ആൻസർ. അതുപോലെ തന്നെ ഓപ്ഷൻ എയിൽ പറയുന്നുണ്ട് അല്ലേ, യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നത്. അത് എന്തിലൊക്കെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയനാമോ, അതുപോലെ വൈദ്യുത ജനറേറ്റർ, വിൻഡ് മില്ല്, ഇതിലൊക്കെ വരുന്ന ഊർജ്ജമാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ടാണ് കേട്ടോ മാറുക. ഡയനാമോ, വൈദ്യുത ജനറേറ്റർ, വിൻഡ് മിൽ, യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറും. അതുപോലെ വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ട് മാറുന്ന ഉപകരണങ്ങൾ നമുക്ക് നോക്കാം. അത് വരുന്നത് ഇലക്ട്രിക് ഓവൻ വരും, പിന്നെ ഇലക്ട്രിക് ഹീറ്റർ, അയൺ ബോക്സ്, ഇതൊക്കെ എന്താണ്? വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ടാണ് കേട്ടോ മാറുക. പിന്നെ എന്താണ്? ലൗഡ് സ്പീക്കർ, ഇതൊക്കെ വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ട് മാറും. 76ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ അയിരിൻ്റെ സാന്ദ്രണവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഉൽപ്പതനാണ് കേട്ടോ. ഉൽപ്പതനാണ് അയിരിൻ്റെ സാന്ദ്രണവുമായിട്ട് ബന്ധമില്ലാത്തത്. അപ്പോൾ ബന്ധമുള്ളത് വായിക്കണം. ഏതൊക്കെയാണ്? ലീച്ചിങ്, പ്ലവന പ്രക്രിയ, ഇതൊക്കെ കാന്തിക വിഭജനം, ഇതൊക്കെ എന്തുമായിട്ട് ബന്ധമുള്ളതാണ്? അയിരിൻ്റെ സാന്ദ്രണമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ലീച്ചിങ്, കാന്തിക വിഭജനം, പ്ലവന പ്രക്രിയ ഒക്കെ. അപ്പോൾ ഇതിൽ ഉത്പതനം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. എന്താണ് ഉത്പതനം? ഖരപദാർത്ഥങ്ങൾ നമ്മൾ എന്താണ് നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്നതിനാണ് ഉത്പതനം എന്ന് പറയുന്നത്. അതായത് ഖരപദാർത്ഥങ്ങൾ നമ്മൾ ചൂടാക്കുമ്പോൾ അത് ദ്രാവകാവസ്ഥയിലേക്ക് മാറാതെ നേരെ എന്താണ് ഈ വാതകാവസ്ഥയിലേക്ക് മാറും. ഉദാഹരണം പറയുകയാണെങ്കിൽ കർപ്പൂരം, അതുപോലെ ഡ്രൈ ഐസൊക്കെ ഇതിന് ഉദാഹരണമാണ് കേട്ടോ. ഓർത്തിരിക്കണേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. 77ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ മാസിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? അപ്പോൾ പ്രസ്താവന വായിക്കുന്നുണ്ട്. 1ാമത്തെ പ്രസ്താവന, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ്, അതാണ് കേട്ടോ മാസ്. അപ്പോൾ അത് ശരിയാണ്. 2ാമത്തെ പ്രസ്താവന, കോമൺ ബാലൻസ് ഉപയോഗിച്ച് അളക്കുന്നു, അത് ശരിയാണ്. 3ാമത്തെ പ്രസ്താവന എന്താണ്? സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് അളക്കുന്നു. 4ാമത്തെ പ്രസ്താവന യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അപ്പോൾ 3ഉം 4ഉം ആണ് തെറ്റായിട്ടുള്ളത് ഉത്തരം. അതായത് മാസിനെ സംബന്ധിച്ചിട്ടുള്ള തെറ്റായ പ്രസ്താവന 3ഉം 4ഉം ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 3ഉം 4ഉം ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ.
ന്യൂട്ടൺ എന്ന് പറയുന്നത് ബലത്തിൻ്റെ യൂണിറ്റാണ്, നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ. മാസിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. ഇത് അളക്കുന്നത് എന്താണ്? ബാലൻസ് അല്ലെങ്കിൽ തുലാസ് കൊണ്ടാണ് കേട്ടോ. തുലാസ് വെച്ചിട്ടാണ് എന്ത് അളക്കുന്നത്? മാസ് അളക്കുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. 80ാമത്തെ ക്വസ്റ്റ്യൻ. സാധാരണ അവസ്ഥയിൽ മനുഷ്യൻ്റെ ശരീര താപനില ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. സാധാരണ അവസ്ഥയിൽ മനുഷ്യൻ്റെ താപനില എത്രയാണ്? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. ഇതോടെ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തു കേട്ടോ. മാത്സ് ഒഴികെയുള്ള 80 ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് കണക്റ്റിംഗ് ഫാക്റ്റ് അടക്കം നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ. ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുതേ. ബൈ ഫ്രണ്ട്സ്. താങ്ക്